ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കധികം പരിചിതമില്ലാത്ത ഈ ഹെൽത്തി റെസിപ്പി എന്താണെന്നറിയണ്ടേ, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് വീഡിയോ കാണാം. ഇതാണ് ടോഫു പനീർ. ഇത് സോയാബീൻ മിൽക്കിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് 3 തരത്തിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സിൽക്കൺ, ഫേം ടൈപ്പ്, പിന്നെ റെഗുലർ. ഞാനിവിടെ ഫേം ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് പനീർ എങ്ങനെയാണോ മുറിച്ചെടുക്കുന്നത് അതുപോലെ മുറിച്ചെടുക്കണം. സോയാബീൻസിൻ്റെയും സോയാ ചങ്കിൻ്റെയും അതേ ഗുണങ്ങൾ തന്നെയാണ് ടോഫുവിനുമുള്ളത്. പാലിൽ നിന്നും എടുക്കുന്ന പനീറിനേക്കാളും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ടോഫു. സോയാ ചങ്കിൻ്റെയും സോയാബീനിൻ്റെയും എല്ലാ ഗുണങ്ങളും ഇതിനുമുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ ഉപ്പ്, ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടിയെല്ലാം കൈവച്ച് മിക്സാക്കിയാൽ സോയാ പനീർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ സോയാ പനീറിൽ മസാല നല്ലതുപോലെ പിടിച്ചു കിട്ടും. ഇതിൽ ജലത്തിൻ്റെ അംശമുള്ളത് കാരണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടോഫു ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമല്ല, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി ഓരോ പനീറും പാനിൽ വെച്ച് കൊടുത്ത് 4-5 മിനിറ്റ് കൊണ്ട് തിരിച്ചും മറിച്ചും വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ടൈമൊന്നും ഫ്രൈ ചെയ്യാൻ വേണ്ടി വരില്ല. ടോഫു ഒരു ടേസ്റ്റ്ലെസ് പ്രോഡക്റ്റാണ്. നമ്മൾ എന്ത് സാധനമാണോ ഇതിൻ്റെ കൂടെ ചേർത്ത് കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് ഇതിന് കിട്ടും. ഇവിടെ ടോഫു ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി കറി ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുഴുവൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു തക്കോലം, അതുപോലെ ഒരു ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, 1/4 സ്പൂൺ ജീരകം, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ രണ്ടും ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയുടെ പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് മൂക്കുന്നവരെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വലിയൊരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2-3 പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇവിടെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്താണ്. അതുപോലെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ മൂത്ത മണം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ടൊമാറ്റോ പ്യൂരിയും ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ടൊമാറ്റോ അരച്ചെടുത്ത പ്യൂരിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ പാകമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ നിറയെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടോഫു പനീർ മാത്രമായിട്ടും കുക്ക് ചെയ്യാം. എനിക്കിങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്രീൻ പീസ് വേവുന്നവരെ അടച്ചൊന്ന് വേവിക്കണം. 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ്. ഇവിടെ ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ടോഫു ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് സാവധാനം വേണം ഇളക്കി കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ടോഫു പനീർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ടോഫു. ഇതിൽ കാൽഷ്യം, ഹൈ പ്രോട്ടീൻ, ന്യൂട്രിയൻസ്, അയൺ, അങ്ങനെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റാവുന്നൊരു നല്ലൊരു ഫുഡ് ഐറ്റമാണ് ടോഫു പനീർ.
സോയാബീൻ്റെയും സോയാ ചങ്ക്സിൻ്റെയും എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് തന്നെയാണ് ഇതിനുമുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ലൊരു തിള വരുന്നവരെ അടച്ചൊന്ന് വേവിക്കാം. ടോഫു പനീർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇതിലേക്ക് വിതറി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂടുകൊണ്ട് ഇതിൻ്റെ ഗ്രേവി കട്ടിയായിട്ട് വരും. എങ്ങനെയുണ്ട് രുചികരമായ ഹെൽത്തിയായ ടോഫു പനീർ മസാലക്കറി? ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.